ഗുഡ് മോർണിംഗ്. പെരിന്തൽമണ്ണയിലെ ന്യൂ ജനറേഷൻ പിള്ളേർ ഇരിക്കുന്ന ഒരു വേദിയാണിത്. ഗുഡ് മോർണിംഗിന് ഇത്ര ശക്തി പോരാ. ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, താങ്ക് യു. പെരിന്തൽമണ്ണയിലെ പുതുതലമുറയുടെ സംഗമത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ വേദിയിൽ നടക്കാനുള്ളത് ഒന്ന്, ഈ മണ്ഡലത്തിലെ UDFന്റെ നിങ്ങളുടെ ജനകീയനായ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ അവതരണമാണ് ആദ്യം. ആ പ്രൊജക്ടിന്റെ പേരെന്താ? ഒന്ന് ഉറക്കെ പറയോ? യെസ്, ക്രിയ. ഫുൾ ഫോം നോളജ് റിസോഴ്സ് എംപവർമെന്റ് ആക്ടിവിറ്റീസ്. ദെൻ സെക്കൻഡ്, നമ്മൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം, വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂറുമായുള്ള സംവാദം. അതിനുശേഷം നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ നിങ്ങളുമായിട്ട് സംവദിക്കും. ശശി തരൂറിനെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഫിഗറിനെ ഈ വേദിയിൽ എത്തിക്കുകയും ഇത്ര മനോഹരമായി ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്ത നജീബ് കാന്തപുരത്തിനും ഇതിന്റെ സംഘാടകർക്കും ഒരു നല്ല കയ്യടി കൊടുത്താലോ ആദ്യം? ഓക്കെ, താങ്ക് യു. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് അജണ്ട. ക്രിയ എന്ന് പറയുന്ന പ്രൊജക്ടിനെ നിങ്ങൾക്ക് വേണ്ടി വളരെ വേഗത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഉടനെ തന്നെ വേദിയിലെത്തും. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പെരിന്തൽമണ്ണയെ, അവിടെയുള്ള പുതുതലമുറയെ, പുതിയ വിദ്യാർത്ഥികളെ ഒരു ഗ്ലോബൽ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു പ്രൊജക്ടിന്റെ പേരാണ് ക്രിയ. എന്തൊക്കെയാണ് ഈ പ്രൊജക്ടിന്റെ കീഴിൽ വരിക എന്നുള്ളത് വളരെ വേഗത്തിൽ ഞാനൊന്ന് പറയുന്നു. ഓക്കെ, നമ്പർ 1, presentation please. Number 1, 360-degree career support. പെരിന്തൽമണ്ണയിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായി എന്തൊക്കെ സപ്പോർട്ട് ആവശ്യമാണോ അതെല്ലാം ഈ പ്രൊജക്ടിന്റെ കീഴിൽ ലഭ്യമാവും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഗോൾ സെറ്റ് ചെയ്ത ആൾക്കാർ ഒന്ന് കൈപോക്കോ. കൃത്യമായിട്ട് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത ആളുകൾ ഒന്ന് കൈപോക്കൂ. യെസ്, ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. വെരി ഗുഡ്. ഗോൾ സെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ ഗോൾ ഫിക്സ് ചെയ്യുകയും അവർക്ക് വേണ്ട കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുകയും ആ കോഴ്സ് എവിടെ പഠിക്കണം എന്നുള്ളതിന് അതിൻ്റെ എക്സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അവസാനം അയാൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജനപ്രതിനിധി ഉണ്ടാവുമെന്ന ഒരു ഉറപ്പാണ് ക്രിയ എന്ന പ്രൊജക്റ്റിലൂടെ ഈ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നത്. നിങ്ങളൊരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ഏത് കോളേജിൽ പഠിക്കണം, PGക്ക് ഏത് കോളേജിൽ പഠിക്കണം, കോച്ചിങ്ങിന് എവിടെ പോകണം, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടുത്ത 5 വർഷം കൊണ്ട് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങൾ അത് നേടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഏത് പ്രൊഫഷനാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അത് നിങ്ങൾ നേടിയിരിക്കും. അത് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് സപ്പോർട്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ അടുത്ത ഒരു 5 വർഷം പെരിന്തൽമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമായിരിക്കും. Then we are moving to the second point, personalized mentorship. പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് എന്നതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ എവിടെയെങ്കിലും കാലിടറി പോയാൽ കൈ പിടിച്ച് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങളുടെ ജനപ്രതിനിധി നജീബ് കാന്തപുരവും അദ്ദേഹത്തിന്റെ മെന്റേഴ്സും ഉണ്ടായിരിക്കുമെന്ന ഒരു ഉറപ്പാണ് ഈ ഒരു പ്രോഗ്രാമിൽ നൽകാനുള്ളത്. നമ്മൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് പഠനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറയണ്ടായി. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ്. നിങ്ങൾക്ക് എന്താണോ സപ്പോർട്ട് ആവശ്യമുള്ളത്, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, മെന്റൽ സപ്പോർട്ടാണോ അങ്ങനെ, ഏത് വിധത്തിലുള്ള സപ്പോർട്ടാണോ നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമുള്ളത് അവിടെ നിങ്ങൾ എത്തിയിരിക്കും.
തീർച്ചയാണ്, അതിലൊരു സംശയവും വേണ്ട. ദെൻ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു പോകുന്നത് തങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പ്രൊജക്റ്റിൽ നജീബ് കാന്തപുരം പ്രത്യേകമായി ഉണർത്തിയ ഒരു സംഭവം, കല്യാണം കരിയറിനൊരു വിഘാതമായ ഒരു സംഭവമല്ല. കല്യാണം കഴിഞ്ഞാലും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ, ആ ഒരു സ്റ്റഡി കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാവിധ പിന്തുണയും ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടാവും. നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ പെരിന്തൽമണ്ണയിലെ അതേപോലെ കേരളത്തിലെ ഇന്റർനാഷണൽ ലെവലിൽ വിദഗ്ധരായ ആളുകൾ നിങ്ങളെ കൈപിടിച്ച് പൊക്കിയെടുക്കാൻ ഉണ്ടാവും എന്നൊരു ഉറപ്പാണ് ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. നെക്സ്റ്റ് പോയിന്റ് റിസോഴ്സ് പൂൾ എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് ഇവിടെയുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുമായി, എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരൊക്കെ ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുണ്ടാവും ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലെ അധ്യാപകർ, വിദ്യാഭ്യാസ വിദഗ്ധർ, എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു പ്രൈമറി റിസോഴ്സ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ കേരളത്തിനകത്തുള്ള വിവിധ മേഖലയിലെ വിദഗ്ധരായ ആളുകൾ ഒരു സെക്കൻഡറി പൂളായിട്ട് നിങ്ങളെ സഹായിക്കാനുണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ ആളുകളുമായി സംസാരിച്ച സമയത്ത് അവരടക്കം ഈ പെരിന്തൽമണ്ണയിലെ വിദ്യാർത്ഥിനികളെ സഹായിക്കാൻ റെഡിയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ അതൊരു ഇന്റർനാഷണൽ പൂളായിട്ട് ഇവിടെയുള്ള ലൈബ്രറികൾ, അതേപോലെ ലാബ് സൗകര്യങ്ങളെല്ലാം അടുത്ത 5 വർഷം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അടുത്ത 5 വർഷത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നമ്മൾ ഒരുക്കിയിരിക്കും. ദെൻ ഈ മേഖലയിൽ, ഇന്റലക്ച്വൽ മേഖലയിൽ, ഇൻഡസ്ട്രിയൽ, മീഡിയ ആൻഡ് ക്രിയേറ്റീവ് വേൾഡ് തുടങ്ങിയ എല്ലാ മേഖലയിലെയും എക്സ്പേർട്സ് ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പൂള് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് സ്കോളർഷിപ്പ് ബാങ്ക് ആണ്. സ്കോളർഷിപ്പ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കുറേ സ്കോളർഷിപ്പുകളുണ്ട്. കേരള ഗവൺമെന്റ് നൽകുന്ന, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ ഒരു പരിധി എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ഒരുപാട് MNCകൾ അവരുടെ CSR ഫണ്ടിന്റെ ഭാഗമായിട്ട് നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട്, ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകളുണ്ട്. ഇവയുടെ എല്ലാം വിവരങ്ങൾ നമ്മുടെ മണ്ഡലത്തിലെ താല്പര്യമുള്ള, അഭിരുചിയുള്ള, വേണ്ട വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ എത്തിക്കുകയും അവർക്ക് സ്കോളർഷിപ്പ് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ബാങ്ക് ഈ ക്രിയ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ പണമില്ലാത്തതിന്റെ പേരിൽ, സ്കോളർഷിപ്പ് കിട്ടാത്തതിന്റെ പേരിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥികൾക്കും അടുത്ത 5 വർഷം പഠനം നിർത്തേണ്ടി വരില്ല എന്ന ഒരു ഉറപ്പാണ് ഞാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നൽകാനുള്ളത്. ദെൻ ഫിനിഷിംഗ് സ്കൂളാണ്. നമ്മൾ ഇപ്പം നേരിടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട്. ബിടെക് കഴിഞ്ഞ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, PG കഴിഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു എംപ്ലോയബിലിറ്റി റേഞ്ചിലേക്ക് എത്തുമ്പോൾ ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ അതിലേക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മളെ കേരള വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുകളിലുണ്ട്. എവിടെയാണ് എംപ്ലോയർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ക്വാളിറ്റിയും സ്കിൽസും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ടെക്നിക്സ്, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, റെസ്യൂമേ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രി കൊളാബറേഷന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, ഇങ്ങനെ ഒരു പടി പ്രോഗ്രാമുകൾ ഈ ഒരു പോയിന്റിൽ ക്രിയ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ നജീബ് കാന്തപുരം എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി സംസാരിക്കാൻ ഏൽപ്പിച്ച ആളുകളുമായിട്ട് നമ്മൾ കുറച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ ആളുകളുമായിട്ട് സംസാരിക്കണ്ടായി. അപ്പൊ അവരെല്ലാം 100% ഇതിൽ വിദേശത്ത് പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് കൈപോക്കുമോ? വിദേശത്ത് പോയിട്ട് പഠിക്കണം എന്ന അഭിപ്രായമുള്ള ആളുകൾ ഒന്ന് കൈപോക്കും. എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം? എവിടെ എവിടെ ഓക്കെ, പുതിയൊരു ട്രെൻഡ് അതാണ്. നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഇന്ത്യയിൽ എത്താൻ പറ്റുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. വിദേശത്ത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്കും ഫോറിൻ കൺട്രീസിലുള്ള കോളേജുകളിലേക്കും അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സഹായിക്കാം എന്നേറ്റ യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖരായ ആളുകൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും,
അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ കൈപ്പൊക്കിയ മുഴുവൻ ആളുകളും വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. പിന്നെ ഒരു ഓപ്ഷൻ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് ആണ്. സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരം. നമ്മളൊരു യൂണിവേഴ്സിറ്റി ആളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു ഓപ്ഷൻ അഭിപ്രായപ്പെട്ടു. ഇവിടെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു മാസത്തെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയണ്ടേ. അപ്പം അതേപോലെയുള്ള ഗോൾഡൻ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ക്രിയ എന്ന് പറയുന്ന പ്രൊജക്റ്റ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമ്പസ് കണക്ട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് പറയാനുള്ളത്. ദ നെക്സ്റ്റ് വൺ ഗ്ലോബൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. ഗ്ലോബൽ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് MNCയിൽ മൾട്ടിനാഷണൽ കമ്പനീസിൽ കീ പോസ്റ്റിലേക്ക് പെരിന്തൽമണ്ണയിലെ യുവ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനേഴ്സ് നയിക്കുന്ന ലീഡർഷിപ്പ് ക്യാമ്പുകൾ, സെമിനാറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കും. ഇന്റർനാഷണൽ സ്കിൽ സർട്ടിഫിക്കേഷൻ അടക്കമുള്ള കോഴ്സുകൾ നടത്തുന്നതിനെ പറ്റിയുള്ള പ്രാഥമിക ചർച്ചകൾ തന്നെ നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ന്യൂജൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് അക്കാഡമിയാണ് ഗ്ലോബൽ ലീഡർഷിപ്പ് ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഐഡിയ തിയേറ്റർ. ഐഡിയ തിയേറ്റർ എന്ന് പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റാണ്. ഈ പെരിന്തൽമണ്ണയിലെ UDFന്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം നിങ്ങളുമായിട്ട് ന്യൂജൻ വിദ്യാർത്ഥികളുമായിട്ട് എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. എന്താണ് ഐഡിയ തിയേറ്റർ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നജീബ് കാന്തപുരം എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, യുവ വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. ആ ഐഡിയകൾ കേൾക്കാൻ നിങ്ങളുടെ ജനപ്രതിനിധി അടുത്ത 5 വർഷം ഇവിടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പോയിന്റാണിത്. ഇത്രയും നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് ഒരു കയ്യടി കൊടുക്കണം പ്ലീസ്. ഓക്കെ, നിങ്ങൾക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടോ, അത് കേൾക്കാനും അത് അവതരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ അടുത്ത 5 വർഷത്തിൽ നിങ്ങളെ തേടിയെത്തിയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഐഡിയ ഉള്ള ആളുകളൊന്ന് കൈവെക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അതെനിക്ക് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്ന് കൈവെക്കും. യെസ്, കുറച്ച് ആൾക്കാർ കൈവെക്കുന്നു. ദെൻ ഫ്യൂച്ചർ ഓണ്ടർപ്രണേഴ്സ് ആണ്, അവർക്കൊരു കൈയടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇവിടെ അവസരം ഉണ്ടാവും. അത് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ സപ്പോർട്ട് ആവശ്യമുള്ളത്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ DIC പോലെയുള്ള സംവിധാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഇവിടെയുള്ള പെരിന്തൽമണ്ണയിലെ കുറച്ച് വ്യാപാരി സുഹൃത്തുക്കളുമായിട്ട് നമ്മളിത് സംസാരിക്കേണ്ടായി. അത് സംസാരിച്ച സമയത്ത് അവർ 100% സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ 1-2 ആളുകൾ ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഇതാ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഓണ്ടർപ്രണേഴ്സിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള, പെരിന്തൽമണ്ണയിലെ ബിസിനസ് രംഗത്തെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള ഐഡിയകളുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവസരവും അംഗീകാരവും അടുത്ത ഒരു 5 വർഷം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ആനുവൽ ജോബ് ഫെയർസ് ആണ്. നമുക്കറിയാം, ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് തേടി പോകാറാണ് പതിവ്. ഇവിടെ കോവിഡിന് ശേഷം, ആഫ്റ്റർ കോവിഡ്, ഒരു 4th ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് അതേപോലെ ഫ്യൂച്ചർ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് നിങ്ങളെ ഇന്റർവ്യൂ നടത്തുന്ന ആനുവൽ ജോബ് ഫെയറുകൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെടും. ദെൻ ടോക്ക് വിത്ത് ലെജൻഡ്സ്. ശരിക്ക് നമ്മൾ ഒരുപാട് കാലം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, ആ ഒരു മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുമായിട്ട് അരമണിക്കൂർ സംവാദം നടത്തിയാൽ മതി. അത്രയും വിജ്ഞാനവും നമുക്ക് എക്സ്പീരിയൻസും പകർന്നു നൽകാൻ ആ ടോക്കിൽ നിന്നും കഴിയും. അതിൻ്റെ 1ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന സ്റ്റുഡൻറ് സൈൻ അപ്പ് വിത്ത് ഡോക്ടർ ശശി തരൂർ. ശശി തരൂറുമായിട്ടുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത ഒരു 5 വർഷം നിങ്ങൾ പല തവണ ഇത്തരം വേദികളിൽ വന്നു പോകേണ്ടി വരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ആരൊക്കെ കുട്ടികളോട് സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നജീബ് കാന്തപുരം തന്നിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അത് കണ്ട് ഞങ്ങളടക്കം ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ നിങ്ങളുമായിട്ട് സംവദിക്കാൻ എത്തും എന്നുള്ളതാണ് ക്രിയ പ്രൊജക്റ്റിലെ അടുത്ത ഒരു സെഗ്മെന്റ്. ദ നെക്സ്റ്റ് വൺ, മൊബൈൽ ആപ്പ് or വെബ്സൈറ്റ്. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ നമ്മളൊരു ഓൺലൈൻ കാലഘട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റിസൺസ് ആയിട്ടുള്ള സൈബർ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്പ് or വെബ്സൈറ്റിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്കെത്തും. ഈ ഒരു ക്രിയ പ്രൊജക്റ്റിൽ എൻറോൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ റിസോഴ്സ് പൂളുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ, നിങ്ങളുടെ കരിയറിനെ പറ്റിയുള്ള ഒരു സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്ത് സപ്പോർട്ടാണ് ആവശ്യമുള്ളത് ഈ മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റെസ്പോൺസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്രയുമാണ് ക്രിയ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. അടുത്ത ഒരു 5 വർഷം പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ ചരിത്രം മാറ്റിമറിക്കാനുള്ള ഒരു പ്രോഗ്രാമായിട്ട് ക്രിയ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ഹബ്ബ് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ, പെരിന്തൽമണ്ണ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നജീബ് കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി നേരത്തെയൊക്കെ ഇത്തരം വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ നടപ്പിൽ വരുത്തി വിജയിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. 10 വർഷങ്ങൾക്ക് മുന്നേ കാന്തപുരം എന്ന് പറയുന്ന ഒരു വാർഡിൽ മത്സരിച്ച് ജയിച്ചത് 900-ലധികം വോട്ട് ലീഡ് വാങ്ങിയിട്ടാണ്. അത് തന്നെയാണ് ആ ഒരു സ്ഥാനാർത്ഥിയുടെ ജനസമിതി. ആകെ വാർഡിൽ 1200-1400 വോട്ടർമാരെ ഉണ്ടാവുള്ളൂ. അത്രയും ലീഡ് വാങ്ങി വിജയിച്ചിട്ട് അവിടെ ഒരു ആ വില്ലേജിൽ സ്മാർട്ട് വില്ലേജ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പടി എഡ്യൂക്കേഷണൽ പ്രൊജക്ട്സ് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് നജീബ് കാന്തപുരം. അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് കട്ടിപ്പാറ ഡിവിഷനിൽ നിന്നും മത്സരിച്ച സമയത്ത്, അവിടെ വിജയിച്ച സമയത്ത് ആ സ്കൂളുകളിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു പദ്ധതി. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്ന ആ സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ചെയ്തിട്ടുള്ള ഒരു പടി പ്രൊജക്റ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങൾ അന്നും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പെരിന്തൽമണ്ണയിൽ ഇങ്ങനൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ ഇത് നടപ്പിലാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഈ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം ഏതാ? ആനയാണ്. ഓക്കെ, ദെൻ ഏറ്റവും വേഗതയിൽ ഓടുന്ന മൃഗം ഏതാ? ചീറ്റയാണ്. ചീറ്റപ്പൂലിയാണ് ഏറ്റവും വേഗതയിൽ. ഏറ്റവും സൗന്ദര്യമുള്ളത് മയിലാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എൻ്റെ ചോദ്യം, ശക്തനായ ആനയുണ്ടായിട്ടും അല്ലെങ്കിൽ വേഗതയിൽ ഓടുന്ന ചീറ്റപ്പൂലി ഉണ്ടായിട്ടും മയിൽ സൗന്ദര്യമുള്ള ആളായിട്ടും എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹമായത്? എന്താ? യെസ്, കാട്ടിലെ സിംഹം എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ നെഞ്ചു വിരിച്ച് ചങ്കൂറ്റത്തോടെ നിൽക്കും അത്രേ. അതേപോലെ രാഷ്ട്രീയത്തിലാവുമ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് പലരും ഉണ്ടാവും. പക്ഷെ രാജാവാകേണ്ടത് ചങ്കൂറ്റമുള്ള ആളാണ്. ആ ചങ്കൂറ്റത്തിന്റെ 5 വർഷം മത്സരിക്കാൻ ഇവിടെ എത്തിയപ്പം പെരിന്തൽമണ്ണയിൽ കാല് കുത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ, നിങ്ങളാണ് എൻ്റെ സ്വപ്നം, നിങ്ങൾ വിജയിക്കുമ്പം പെരിന്തൽമണ്ണ വിജയിക്കും, കുടുംബം വിജയിക്കും, നമ്മൾ ഒരുമിച്ച് ജയിക്കും എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ അടുത്തൊരു 5 വർഷം പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യത്തിന്റെ ആ ചങ്കൂറ്റത്തിന്റെ പേരാണ് നജീബ് കാന്തപുരം. ഓക്കെ, താങ്ക് യു. ഹലോ എവരിബഡി, ഹലോ, ഹാപ്പിയാണോ? സാറിന് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. ഒരു അപാരമായ പ്രസൻറ്റേഷൻ നടത്തിയ സാറിന് നല്ലൊരു കൈയ്യടി ഹൃദയത്തിൽ നിന്നാണല്ലോ, വിശ്വസിക്കാമല്ലോ. ശരി, നമുക്കൊരു മഴ പെയ്യിക്കാം. ഓക്കെ, നമുക്കൊരു മഴ പെയ്യിക്കാം. നിങ്ങൾ വിചാരിച്ചാൽ, പെരിന്തൽമണ്ണയിലെ യുവത്വം വിചാരിച്ചാൽ നിങ്ങൾക്ക് മഴ പെയ്യിക്കാൻ പറ്റും.
നിങ്ങളുടെ കൈകളും കൈവിരലുകളും വിചാരിച്ചാൽ മഴയല്ല അതിനപ്പുറവും പേമാരിയും പെയ്യിപ്പിക്കാൻ പറ്റുമെന്ന വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റവിരലില്ലേ, ഒറ്റവിരൽ അത് നിങ്ങളുടെ ഈ കൈവെള്ളയിലേക്ക് ഒന്നിങ്ങനെ അടിച്ചേ. 1 എന്ന് പറയുമ്പോൾ ഒരു വിരൽ മാത്രം മതിയാവും. ഓക്കെ, ഞാൻ പറയും 1 എന്ന്, ആ സമയത്ത് ഒരു വിരൽ മാത്രം അടിച്ചാൽ മതി. രണ്ടാമത് 2 എന്ന് പറയുമ്പോൾ 2, കമോൺ 2 അടിച്ചോ, കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോ, 3 ഫാസ്റ്റ് ആയിട്ട് അടിച്ചോളൂ. 4 മഴ പെയ്യട്ടെ. 5 ആപാരമായ മഴ പെയ്യട്ടെ. 5 മെല്ലെ കുറഞ്ഞു വരട്ടെ. 4 3 2 1 2 come on 3 4 അടിച്ചോ 5 അടിച്ച് മഴ പെയ്യട്ടെ. അടിപൊളി മഴ. താങ്ക് യു വെരി മച്ച്. റൈറ്റ്. സോ പ്രണയത്തെക്കാൾ സൗഹൃദത്തിന്, ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കിന്, ഒരുപാട് വരുമാനം കിട്ടുന്ന ജോലിയേക്കാൾ റിലാക്സ് ചെയ്ത് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ യുവത. അങ്ങനെ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മളെ ചാപ്പ കുത്തപ്പെട്ടവരാണ്. ഒരു ചെറിയൊരു കഥ പറയാം. ഒരു നാട്ടിൽ അയാൾ എന്ത് ചെയ്താലും അയാളുടെ മേലിൽ ചാപ്പ കുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നന്മകൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ വലത് കൈയിലാണ് ചാപ്പ കുത്തുന്നത്, തിന്മകൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇടത് കൈയിലാണ് ചാപ്പ കുത്തുന്നത്. അതുപോലെ വലിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്ത, തെറ്റുകളൊക്കെ ചെയ്ത ആളുകൾക്ക് അവരുടെ നെറ്റിയിൽ അവർ എന്താണോ ചെയ്തത്, ഇപ്പോൾ ഒരു ആടിനെ കട്ട് കഴിഞ്ഞാൽ, ഒരു ചെമ്മരിയാടിനെ കട്ട ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വരച്ചു വെച്ചത് എസ് എന്നായിരുന്നു. കാരണം ഷീപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ലെറ്ററാണ് അദ്ദേഹം അല്ലെങ്കിൽ അവിടെ ആ നാട്ടിൽ വരച്ചു വെച്ചത്. ഇവിടെ എസ് എന്ന് ആര് കണ്ടാലും തലമുറകളോളം അയാൾ ഒരു കള്ളനായി അറിയപ്പെട്ടിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി. 5 വർഷം 10 വർഷം 30-40 വർഷം കഴിഞ്ഞു പോയപ്പോൾ അയാളെ കാണുന്നവരൊക്കെയും അയാൾ ഒരു കള്ളനാണെന്നുള്ള തിരിച്ചറിവിൽ ചാപ്പ കുത്തപ്പെട്ടിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. കാലം കടന്നുപോയി. അയാൾ കുറേയേറെ മാറാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് മാറണമെന്നും എനിക്ക് നന്മയുടെ കൂടെ നിൽക്കണമെന്നും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അയാൾ സ്വയം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഒരു 40 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചൂണ്ടി ഒരു കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അങ്ങനെ എസ് എന്നൊരു ചാപ്പ കുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രാൻഡ് മദർ പറയാണ്, മോനെ, ആ എസ് ഫോർ സെയിന്റ് ആണ്, വിശുദ്ധനാണ്, അയാൾ നന്മയുടെ ആളാണ് എന്നായിരുന്നു പറഞ്ഞു കൊടുത്തത്. ഇത് നമ്മൾ ചാപ്പ കുത്തപ്പെട്ടവരാണെങ്കിൽ നമ്മൾക്ക് നേരെയും ചാപ്പ കുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെയും ചാപ്പ കുത്തിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല. പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഇനി നന്മയുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവമാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാനിവരോട്, വിദ്യാഭ്യാസ പ്രവർത്തകനായ ഷഫീഖ് ഖത്തർമൽ എന്നാണ് എൻ്റെ പേര്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഞാൻ, രാഷ്ട്രീയത്തിലുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇവരോട് ഒരു കാര്യമാണ് പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കേൾക്കണം, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരത്തെ ഒന്ന് കേൾക്കണം. അങ്ങനെ കേട്ട സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന വിഷനുകൾ കേട്ട് ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിപാടികൾ മാറ്റിവെച്ച് നിങ്ങളെ കാണാൻ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിഷനുകൾ വളരെ കൃത്യമാണ്, അദ്ദേഹത്തിൻ്റെ തോട്ട് പാറ്റേൺ വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഭാഗമായിക്കൊണ്ട് സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം ഞാനിവിടെ നിങ്ങൾ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേപ്പറുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു എന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ. വേറെ ആർക്കുമല്ല മാർക്ക് കൊടുക്കേണ്ടത്, നിങ്ങൾ മാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നതാണ് ചോദ്യം. ഒരു 10ൽ ഔട്ട് ഓഫ് 10 ഹൗ മച്ച് മാർക്ക് ദാറ്റ് യു ആർ ഗിവിംഗ് ടു യുവർ സെൽഫ്, എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നു? ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ, ഹൃദയത്തിൽ നിന്ന് എഴുതിക്കോളൂ. 10ൽ എനിക്ക് 0 കൊടുക്കട്ടെ, കുറച്ചുകൂടെ ഒക്കെ കൊള്ളാം. ശരി, 5 വേണ്ട, പകുതിയുടെ കുറവില്ല, ഇത്തിരി കൂടെ ഒന്ന് കൂട്ടാം. എന്താണോ നിങ്ങൾക്ക് തോന്നി? ഇത് 6 മാർക്ക് കൊടുത്തവരുണ്ട്. ഞാൻ ചോദിക്കാം, ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.
വേറെ ആർക്ക് നമ്മൾ മറ്റുള്ളവർക്ക് മാർക്ക് ഇടാൻ വലിയ എളുപ്പമാണ്. മറ്റുള്ളവർ കാണുന്നവർക്ക് ഇവർ 5 മാർക്ക്, ഇയാൾക്ക് 3 മാർക്ക്, ഇയാൾക്ക് 7 മാർക്ക്, ഇയാൾക്ക് 0 മാർക്ക്, ഇങ്ങനെ മാർക്ക് ഇടാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ മാർക്ക് ഇടേണ്ടത് വേറെ ആർക്കുമല്ല, നിങ്ങൾ മാർക്ക് ഇടേണ്ടത് നിങ്ങൾക്കാണ്. ഔട്ട് ഓഫ് 10 വെറും എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നു? ലെറ്റ് മീ ആസ്ക് യു, നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 എത്ര പേര് ഫുൾ മാർക്ക് കൊടുത്തവർക്ക് കൈവക്കാം? വാവ്, ഫാന്റാസ്റ്റിക്. ഇത്രയും ആളുകൾ. നിങ്ങൾ ഈ ഫുൾ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റി നിങ്ങളെ കാണുന്നൊരു നോട്ടുണ്ട്. എന്താ സൊസൈറ്റി? നീ എന്ത് വിചാരിച്ചാൽ നിനക്ക് ഇത്രയും മാർക്ക് കൊടുക്കുന്നത്? 10 മാർക്ക് കൊടുത്താൽ അതിനും കുറ്റവാ. ഇനി പറയാം 0 മാർക്ക് കൊടുത്തവർ കൈവെക്കൂ. ഞാൻ 1 മാർക്ക് പോലും കൊടുക്കുന്നില്ല, ഞാൻ അത്രയും മോശമാണ്. 0 മാർക്ക് കൊടുത്ത ആരെങ്കിലും ഇല്ല? ആരെങ്കിലും? എനിബഡി? വെരി ഗുഡ്, വെരി ഗുഡ്. 2-3 പേരാണ് 0 മാർക്ക് സ്വയം കൊടുത്തിട്ടുള്ളത്. ശരി, വെരി ഗുഡ്. അപ്പം അവർക്ക് അവരുടേതായ കാരണമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 മാർക്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 10 മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഞാൻ ചോദിക്കാം, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് ആരാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? ആരാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? ജോസ്കോ ഇന്റർനാഷണൽ നമ്പർ 1 ഇന്റർനാഷണൽ ജ്വല്ലറി എന്ന് ആരാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? നമ്മളാരും ചെന്ന് ഹലോ എന്ത് വിചാരിച്ചിട്ടാ ഇങ്ങനെ മാർക്ക് ഇടുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി ഇങ്ങനൊക്കെ ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളാരും വിളിച്ച് ചോദിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. നമുക്ക് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് യെസ്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, എൻ്റെ സ്ഥാപനം. അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ TV പ്രോഗ്രാമുകൾക്കിടയിലും പരസ്യങ്ങൾക്കിടയിൽ അദ്ദേഹം തന്നെയാ വന്ന് പറഞ്ഞത്. എന്തോ ആവട്ടെ, ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ആവട്ടെ. ഇനിയും അതുപോലെ തന്നെ നമ്പർ 1 ജ്വല്ലറി, ഇന്റർനാഷണൽ ജ്വല്ലറി എന്ന് ജോസ്കോ പറയുന്നത്, ജോസ്കോ തന്നെയാണ് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അത് നിഷേധിക്കാൻ നമ്മൾ ആരും ഒന്നുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് മാർക്കിടുന്നത് നമ്മളായിരിക്കണം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അംഗീകരിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾ ഓരോരുത്തർക്കും മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് ഫുൾ മാർക്കാണ്, മാർക്ക് കുറഞ്ഞിട്ടില്ല. ദൈവം നിങ്ങൾക്ക് തന്ന മാർക്ക് ഫുള്ളാണ്. ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് ദൈവം ഫുള്ള് തന്നിട്ടുള്ളത്. അതൊരൊറ്റ കാരണമാണ്, മറ്റൊന്നുമല്ല. യു ആർ എ ഹ്യൂമൻ ബീയിങ്. നീ ഒരു മനുഷ്യനാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് നിനക്ക് ഫുൾ മാർക്കാണ്. നിനക്ക് ഫുൾ മാർക്കാണ്. മാർക്കിന്റെ കാര്യത്തിൽ ഒരു കുറവും നിനക്ക് വരുത്തണ്ട. കാരണം നീ ഒരു മനുഷ്യനാണ്. അത് മലയാളിയാണോ, ബംഗാളിയാണോ, വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ നോക്കേണ്ട കാര്യമില്ല. ഫുൾ മാർക്കാണ് മനുഷ്യന് എന്നും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അർഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 മാർക്കാണ്. ഇപ്പോ യുവാക്കൾക്കിടയിൽ നമ്മൾ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് 2 കാര്യമാണ്. പഠിക്കാൻ സ്ഥാപനങ്ങളിൽ ഇല്ലാത്ത ആൺകുട്ടികൾ. സ്കൂളിലൊക്കെ പിള്ളേരുണ്ട്, പക്ഷേ +1ഉം +2ഉം കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് അത്തരം സ്ഥാപനങ്ങളിൽ ഇത്തരം ആൺകുട്ടികളെ കാണുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ ദുരന്തമായി പറയാനുള്ളത് അതാണ്. രണ്ടാമത്തത്, ഏറ്റവും ഡിസിപ്ലിൻഡായി അടക്കവും ഒതുക്കത്തോടും കൂടി സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിച്ച് ക്വാളിഫൈഡായി സർട്ടിഫിക്കറ്റും വാങ്ങി 100 കണക്കിന് ആളുകളുടെ മുന്നിൽ കോൺവക്കേഷൻ ഫംഗ്ഷന് പങ്കെടുത്ത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ നിന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റുമായി കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ. ഇത് രണ്ടുമാണ് ഇന്നത്തെ 2 ദുരന്തങ്ങൾ. ഈ ദുരന്തങ്ങൾക്കൊക്കെയും തീർച്ചയായിട്ടും ക്രിയ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള നിരവധി പ്രൊജക്റ്റുകൾ, നിരവധി ചിന്തകൾ, നിരവധി തോട്ട്സ് അതിൻ്റെ കൂടെയുണ്ട്. അതിൽപ്പെട്ട മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന മനഃപൂർവ്വമാണ് നജീബ് സാർ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം എന്നൊരു കാരണം പറഞ്ഞു. നേരത്തെ ഷായി സാർ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സാർ. അപ്പോൾ കല്യാണം എന്ന് പറയുന്ന ഒരു സംഗതി, ആ കല്യാണത്തിൻ്റെ പേരിൽ നിന്നുപോയ പഠനങ്ങൾ ഒരുപാട് കാണും. അത്തരം നിന്നുപോയ പഠനങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് അടുത്ത ഒരു ക്വാളിഫിക്കേഷൻ ഇനി യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ക്യാൻസലാക്കണമെങ്കിൽ ചെയ്ത് അതിനെന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടറിയാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് പെരിന്തൽമണ്ണയുടെ മണ്ണിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സൗഹൃദങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ബന്ധുക്കളുടെ സപ്പോർട്ട് വേണം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് വേണം. അങ്ങനെ ഇനി 5 വർഷം അദ്ദേഹത്തിന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു വാക്ക് പറയുന്നത് അദ്ദേഹം നടപ്പിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. ആ ക്രെഡിബിലിറ്റി ഉള്ള മനുഷ്യനാണ്. ആ ഒരു സപ്പോർട്ട്, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? വോട്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്.
ശരി, 4 തരം സൗഹൃദങ്ങളെ കുറിച്ചാണ് പറയുക. 4 തരം സൗഹൃദങ്ങൾ. ഒന്നാമത്തെ സൗഹൃദം എന്ന് പറയുക പരിചയമാണ്. ജസ്റ്റ് അറിയാം. ഒന്ന് പരിചയം. കാരണം പ്രണയത്തെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ ഒരു യുവതലമുറ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന് പരിചയമാണ്. രണ്ടാമത്തത് സൗഹൃദമാണ്. സാധാരണ സൗഹൃദം, കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അത്രമാത്രം. രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തുന്ന സൗഹൃദമാണ്. മിനിമം നമ്മുടെ സൗഹൃദങ്ങൾ വളർത്തുന്ന സൗഹൃദങ്ങളിൽ എത്തി നിൽക്കണം എന്നാ പറയാം. കാരണം നമ്മളൊക്കെ ഒരുപാട് കവികളെ, ഒരുപാട് കഥാകാരന്മാരെ കൊന്നവരാണ്. പണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരാൾ വന്ന്, ഏതെങ്കിലും ഒരു പയ്യൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു, എടാ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം, നിൻ്റെ കയ്യിലാണ് ഞാൻ തരുന്നത്, എന്നെ ഒന്ന് പ്രോത്സാഹനമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കിട്ടിയപ്പോൾ അതും കൊണ്ട് നമ്മൾ എത്ര പേർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇനി അയാളിൽ നിന്ന് ഒരു കവിതയോ കഥയോ വരാത്ത രൂപത്തിലേക്ക് അതിനെ പിച്ചു ചിന്തി ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ക്രിയാത്മകമായ ചിന്തകൾ അയാളിൽ നിന്ന് വരരുതെന്നുള്ള രൂപത്തിലേക്ക് നമ്മളാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. അതല്ല വളർത്തുന്ന സൗഹൃദം. വളർത്തുന്ന സൗഹൃദത്തിൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി കൂടെ നിന്ന് വളർത്താൻ പറ്റുക എന്നുള്ളതാണ് സൗഹൃദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് ആത്മതലമാണ്. ആത്മതലം. ഒരാളെ കണ്ടാൽ അറിയാം എന്തെങ്കിലും ടെൻഷൻ, അത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ ഒരു കൈവക്കൂ. ആത്മതലത്തിൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവർ, അത് ഒരുപാട് പേരൊന്നും കാണില്ല, കുറച്ച് പേര് മാത്രം. താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേരൊന്നും കാണില്ല, കുറച്ച് പേരൊക്കെ കാണും. ആ ആത്മതലത്തിലെ സൗഹൃദങ്ങൾ അതും നമ്മൾക്കുണ്ടാവണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര പേര് +2കാരുണ്ട്? കൈവക്കൂ. +2 going to attend the exam, right? Okay. And +1, respect you very much. This 1 year you were spending online, right? All right. Degree students, എല്ലാം അംശബന്ധം ചേർത്ത് തന്നെ ഉള്ളത്. ശരി. ഡിഗ്രി 2nd year, ഫൈനൽ ഇയർ, അങ്ങനെ. ഓക്കെ. ഡിഗ്രി കഴിഞ്ഞ് PG സ്റ്റുഡൻസ്, റൈറ്റ്, കുറച്ച് പേരുണ്ട് PG സ്റ്റുഡൻസ്. ഓക്കെ, എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് കോളേജിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്തിനാ സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഒന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയും കുറേ പേര്. പഠിക്കാൻ പോകുന്നവർ കൈവെക്കൂ. പഠിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, റൈറ്റ്. 2, കളിക്കാൻ വേണ്ടി പോകുന്നവർ കൈവെക്കൂ. കളിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് കുറേ പേര്, റൈറ്റ്. ഓക്കെ. ഇനി വേറെന്താ? സൗഹൃദങ്ങൾക്ക് വേണ്ടി. ആഹാ, സൗഹൃദം എന്ത് രസമാണ്. ഇത്രയും പേര് സൗഹൃദങ്ങൾക്ക് വേണ്ടിയാണ് സ്കൂളിൽ പോണത്. ശരി. അല്ലെങ്കിൽ കോളേജിൽ പോണത്. നിങ്ങൾക്ക് വരാന്തകളാണോ അതോ ക്ലാസ് റൂമുകളാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂമാണ് ഇഷ്ടം എന്നുള്ളവർ കൈവെക്കൂ. ക്ലാസ് റൂമിൻ്റെ അകത്തിരിക്കുന്നവർ. ഓക്കെ, ഒരു 6 പേരുണ്ട് ക്ലാസ് റൂമിൻ്റെ അകത്തങ്ങിരിക്കാൻ. ശരി, ഓൾ ദി ബെസ്റ്റ്. പക്ഷേ മോസ്റ്റ് ഓഫ് യു ലൈക്ക് ടു സ്പെൻഡ് യുവർ ടൈം ഇൻ വരാന്ത. ആൻഡ് ഓൾസോ ദ ടൈം യു വുഡ് ലൈക്ക് ടു സ്പെൻഡ് ഇൻ ദ സ്കൂൾ ഈസ് ഇന്റർവെൽ, റൈറ്റ്? അല്ലേ? ഇന്റർവെൽ ഇല്ലാത്തൊരു സ്കൂളിൽ നിങ്ങൾ പോവോ? ഈവൻ നിങ്ങളുടെ കൊച്ചു മക്കൾക്ക്, നിങ്ങൾക്കൊരു കുട്ടികളുണ്ടായിട്ട് ഭാവിയിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നോക്കുമ്പോൾ, ആർ യു റെഡി ടു ഗൂഗിൾ ഫോർ എ സ്കൂൾ ദാറ്റ് ദർ ഈസ് നോ ഇന്റർവെൽ? ഇന്റർവെൽ ഇല്ലാത്തൊരു സ്കൂളിന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്യോ? ഇല്ലല്ലോ, നെവർ. ഇന്റർവെൽ എന്ന് പറയുന്നത് സ്കൂൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതുപോലെ ജീവിതത്തിൽ അവധിക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നതുപോലെ തന്നെ സ്കൂൾ ജീവിതത്തിൽ ഇന്റർവെലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും അവസാനം എങ്ങനെ കയറാം എന്നാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. ഏറ്റവും അവസാനം സാറ് വന്ന് കയറിക്കഴിഞ്ഞ ശേഷമാണ് സാറേ കയറണം, എന്നാ കയറാം, എങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. നമുക്ക് ഏറ്റവും അവസാനം 1 മിനിറ്റ് പുറത്ത് കിട്ടിയാൽ അത്രയും സന്തോഷമാണ്. ആൻഡ് ഓൾസോ റെസ്പെക്ട് യു ബോയ്സ്. പുറത്തേക്ക് പോകാനുള്ള ബെല്ലടിച്ചാൽ ആരെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുമോ? ഇല്ലല്ലോ. പുറത്തേക്ക് പോകാനുള്ള എല്ലാവരും പുറത്തേക്ക് ഓട്ടം. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാനുള്ള ബെല്ലടിച്ച ശേഷമാണ് മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ആർ റണ്ണിങ് ടു ടോയ്ലറ്റ്സ്, റൈറ്റ്? എല്ലാ ആൺകുട്ടികളും ടോയ്ലറ്റിലേക്ക് ഓടുന്നത് ആ സമയത്താണ്. കാരണം 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് പുറത്ത് കിട്ടിയ അതിൻ്റെ ഒരു സുഖമാണ്. ഡിസിപ്ലിൻ നോക്കുന്ന സാറുണ്ടാവുക, സാറോട് പറയും, ഓക്കെ സാറ് ചോദിക്കുക, അപ്പോൾ സാറ് പറയും എന്നാ വേണ്ട, സാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ
നമ്മൾക്ക് മൂത്രമൊഴിക്കേണ്ടത്. ശരി, നമ്മൾ കയറിപ്പോവാം. അങ്ങനെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഒരേ ഒരു സമാധാനത്തിലേക്കാണ് അകത്തോട്ട് കയറി പോകുന്നത്. കൃത്യം 2 പീരീഡ് കഴിഞ്ഞ് എന്ത് കിട്ടും? ഇന്റർവെൽ കിട്ടും. വീണ്ടും അകത്തോട്ട് ആ പീരീഡ് അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരേ ഒരു പ്രതീക്ഷയാണ്. എന്താണത്? ആ 2 പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ഇന്റർവെൽ കിട്ടും. അതും കഴിഞ്ഞ് 2 പീരീഡ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നുള്ളതാണ്. അതാണ് എല്ലാ കാലത്തും സ്കൂളുകളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾക്കെന്നും വരാന്തയിൽ നിൽക്കണം. നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ആ വരാന്തകളിൽ നിന്ന് തൂണിൻ്റെ അടുത്തൊരു ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. റൈറ്റ്, അത്രയ്ക്ക് ഇഷ്ടമാണ് വരാന്തകളെ, സ്കൂളിൻ്റെ വരാന്തകളെ. ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല. കാരണം അവിടെ ഫോർമൽ എഡ്യൂക്കേഷനും ഇൻഫോർമൽ എഡ്യൂക്കേഷനും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിഫിക്കേഷൻ മാത്രമല്ല, മറിച്ച് ക്വാളിറ്റിയും കൂടി ഉണ്ടാകാൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വളരെ പ്രധാനമാണ്. ഇമോഷണൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വിത്ത് യുവർ ഹാർട്ട് അതുണ്ടാവണം. അതിന് മനുഷ്യനോട് ഇടപെട്ട് പരിചയം വേണം. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വിത്ത് യുവർ ബോഡി. ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വിത്ത് യുവർ ബ്രെയിൻ. ആൻഡ് ഫൈനൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വിത്ത് യുവർ സോൾ. ഇത് 4ഉം കിട്ടേണ്ട അംശബന്ധത്തിലും അളവിലും നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നീ ഒരു പെർഫെക്റ്റ് കുട്ടിയായി മാറുന്നത്. ആ തരത്തിൽ നിനക്ക് മാറാനുള്ള പ്രൊജക്റ്റ് ആണ് തൊട്ടു മുമ്പേ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എവിടെയാണോ നിനക്ക് ഇടപെടൽ നടത്തേണ്ടത് 360 ഡിഗ്രി കരിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കണം. നിങ്ങൾ ഉണ്ടാവണം കൂടെ എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. Thank you very much.